കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തീർത്ഥയാത്രയോ? എന്തോന്ന്? എന്ത് തീർത്ഥയാത്ര? കാശി, രാമേശ്വരം, ഹരിദ്വാർ അങ്ങനെ എല്ലാ പുണ്യസ്ഥലങ്ങളിലും നമുക്കൊരു കറക്കം കാണാം. അയ്യോ, എനിക്ക് ഭജന പാടി നടക്കാനും കഴുത്തില് രുദ്രാക്ഷ ഇട്ടോണ്ട് അലയാനും ഒന്നും നേരമില്ല. പിന്നെ അല്ല, വല്ല വിനോദയാത്രയ്ക്കാണെങ്കിൽ ഞാനുണ്ട്. ഊട്ടി, മൂന്നാറ്, കൊടൈക്കനാല്, പിന്നെ ഈ കാശ്മീർ എനിക്ക് വലിയ ഇഷ്ടാ. ആ ദാൽ തടാകത്തിൽ എനിക്കൊന്ന് നീന്തണം. ഒരു രാഗമേ കണ്ടാ അല്ല, ഈ ധാൽ തടാകത്തിലെ താറാവുകളില്ല നീന്തി തുടിക്കാനേ? അല്ല എടോ, അതിരിക്കട്ടെ, എന്തോ വിവാഹമോചനത്തെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടല്ലോ. എന്നാണാവോ നമ്മുടെ ആദിയുടെ വിവാഹമോചനം? പ്രസാദേട്ടാ, അല്ല, അവന്റെ അച്ഛനായ ഞാനൊരുത്തൻ ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ, ഒന്നറിയാലോ എന്ന് കരുതി ചോദിച്ചതാ. ഏതായാലും എന്റെ എന്നത്തെയും പ്രാർത്ഥനയായിരുന്നു ആദിയുടെ ജീവിതത്തിൽ നിന്ന് ആ തുളസി എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോണോന്നുള്ളത്. അതിനേറെക്കുറെ ഒരു തീരുമാനമായി. എന്താടാ കളിയാക്ക? അയ്യോ അല്ല, നിങ്ങളിങ്ങനെ മനപ്പായസം ഉണ്ടെന്ന് കണ്ടപ്പോഴേ അറിയാതെ ചിരി വന്നു പോയതാ. മനപ്പായസോ? ഞങ്ങള് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. എന്റെ പൊന്നു ദുർഗ, ആദിയും തുളസിയും വേർപിരിയും എന്നുള്ളതേ നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാ, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. പറഞ്ഞാ മതി. അവര് തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇന്ന് മാറും. അപ്പച്ചി, ഇത്രയും പ്രായമുള്ളൊരു സ്ത്രീയല്ലേ, ഈ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് ഈ ദുർഗയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? എടോ, എല്ലാ കുടുംബത്തിലും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവുന്നേ. അതൊന്നും സ്ഥായിയല്ല. അപ്പച്ചി, ഈ ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങളെ വലിയ വലിയ ഇണക്കങ്ങളുടെ ഒരു ഒരുക്കമാ. ഭാര്യയുടെയും ഭർത്താവിന്റെയും പിണക്കങ്ങള് അന്തിക്ക് മുമ്പേ മാഞ്ഞു പോകും. എന്ത് ചെയ്യാൻ, അപ്പച്ചി ഒരു നല്ല ഭാര്യ അല്ലാത്തതുകൊണ്ട് അത് അറിയില്ല. ഒരു നല്ല ഭാര്യ ആയിരുന്ന ദുർഗയെ നിങ്ങളായിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവന്റെ കുത്തും കോളും അങ്ങോട്ട് പറയാൻ എന്തായിരുന്നു? ഓഡിറ്റിംഗ് ഷേപ്പ് മാറ്റും. ഇപ്പൊ ഇവിടെ ഒന്നും സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എടി, നീ എന്താ വരാൻ ഇത്ര വൈകുന്നേ? ഞാനിവിടെ കാത്തിരുന്ന് മടുത്തു. എത്തിയോ? ശരി ശരി, വെയിറ്റോ. സാർ, 2 പേർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ സാർ. പിന്നെ ഗാർലിക് ചിക്കൻ, അതും 2 പ്ലേറ്റ് ആണ് സാർ. അതെ. പിന്നെ ബീഫ് കോക്കനട്ട് ചില്ലി ഫ്രൈ. ഓക്കെ സാർ. പിന്നെ ഗ്രീൻ സാലഡ്. ഓക്കെ സാർ. ഓർഡർ ചെയ്തെല്ലാം തുളസിക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ. ആദി, നീ എന്താ വരാൻ ഇത്ര വൈകി? എന്താ ഞാൻ തന്ന സാരി കൊടുക്കാതിരുന്ന? എന്റെ സെലക്ഷൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തന്ന സാരിയല്ലേ, എന്തായാലും നീ അത് കൊടുക്കണമായിരുന്നു. അതൊരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള സാരിയായിരുന്നു.
ഈ സാരി എന്നെക്കാളും ചേരുന്നത് ആദരിക്കാം. അത് നിന്റെ നോട്ടത്തില്. ഞാൻ സാരി വാങ്ങി തന്നതേ എന്റെ ഭാര്യയ്ക്ക്. അത് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല. ഈ കണ്ട പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നത് എന്റെ ശീലമല്ല, എന്റെ സ്വഭാവമല്ല. നിനക്ക് ഞാൻ തന്ന സാരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കത്തിച്ചു കളയണമായിരുന്നു. അല്ലാതെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഇത്തരം പരിപാടി കാണിക്കരുതായിരുന്നു. എന്താ അത് ഇങ്ങനെ? ദേഷ്യപ്പെടാതെ. ആദരി ഇതൊന്നും കാര്യാക്കണ്ട. ഇവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാലോ. ആ, എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു. ഞാനിപ്പോ വരാവേ. എന്തെങ്ങനെ നിക്കുന്നേ? ഇരിക്കേ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. തുളസി, ഹലോ. എന്തായാലും ഇതൊക്കെ കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താ ആദ്യമായിട്ടൊരു ദേഷ്യം? അയ്യോ എനിക്ക് സന്തോഷം. ഈ പരമാനന്ദെന്നൊക്കെ പഴയ മനുഷ്യർ പറയും. ആദ്യേട്ടാ, ഇത് ദേവമംഗലമല്ല, ഒരു ഹോട്ടലാ. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ചേർച്ചയാ. കറക്റ്റ് ജോഡി. ആ വെയിറ്റർ പറഞ്ഞ കമന്റ് കേട്ടോ ആദ്യേട്ടാ? നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാന്ന്. മിണ്ടാതിരുന്നോ? ഇത് ഹോട്ടലായതുകൊണ്ട് ഞാൻ സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യുന്ന. ഈ വയ്യ വേലിയൊക്കെ പിടിച്ച് എന്റെ പടലേക്ക് വയ്ക്കും. ഇവിടെ ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു തുളസി? കഴിക്കാതെ കേട്ടോ. നമ്മൾ തമ്മിൽ നല്ല ചേർച്ച എന്ന വെയിറ്റർ പറഞ്ഞപ്പോ എന്റെ ഹൃദയം കുളിര് കോരി. ഈ നാശത്തിനെ പിടിച്ച് വലിച്ച് പുറത്തേക്കിറക്കി ചെവിക്കുറ്റിക്കിട്ട് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് സ്ഥലം വിട്ടാലോ? ഞാൻ എന്ത് കേൾക്കാൻ ആഗ്രഹിച്ചോ അതാ ആ വെയിറ്റർ പറഞ്ഞത്. എനിക്ക് എന്ത് സന്തോഷായിരുന്നോ. ഞാനേ ആദ്യേട്ടനെ ചേർന്ന ജോഡി തന്നെയാ. എല്ലാവരും അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ. എടി ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്.
ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മിണ്ടാതിരുന്ന് കഴിച്ചോടെ നിനക്ക്. ആദ്യമായിട്ട് എന്റെ അടുത്തിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷമുള്ളതാ. അതല്ല ഞാനിങ്ങനെ തോരാതെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇതെന്താ ആദ്യമായിട്ടാ കഴിക്കാതിരിക്കുന്നേ? കഴിക്കാദ്യട്ടാ. നല്ല ടേസ്റ്റി ഫുഡാ. ഓ, നീ നിന്റെ കാര്യം അങ്ങ് നോക്കിയാൽ മതി, എന്നെ അങ്ങ് വിട്ടേക്ക്. ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്. എന്താ ആദ്യട്ടാ ഇങ്ങനെ? നമ്മൾ തമ്മിൽ ഇങ്ങനൊരു നിമിഷം ഞാൻ എത്ര കൊതിച്ചതാന്നറിയോ? എന്റെ മനസ്സിൽ ഒരേ ഒരാളേ ഉള്ളൂ എന്നും. അതെന്റെ ആദ്യേട്ടനാ. ആദ്യേട്ടാ. അവളുടെ ഒരു അഭ്യാസവും ആദിയുടെ മുന്നിൽ ചെലവാവില്ല. നീ എന്തിനാ തുളസി ആ പാവ ആദ്യമായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എന്റെ ആദിയുടെ ജീവൻ രക്ഷിക്കണോ അതോ അവന്റെ ഒപ്പമുള്ള ജീവിതം മോഹിച്ച് അവനെ കൊല്ലണോ? നീ വരുന്നില്ലേ? വാ. അല്ല, എനിക്ക് കുറച്ച് താമസമുണ്ട്. ഒരു ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്യാ. ആയിക്കോട്ടെ. നിനക്കിപ്പോ അവരൊക്കെയാണല്ലോ പ്രധാനപ്പെട്ടത്. ഭർത്താവായ ഞാനൊന്നുമല്ലല്ലോ. ഞാൻ പോവാ. ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ച ഒന്നിച്ചൊരു കറക്കം. എല്ലായിടത്തും പോവാന്നുള്ള ഉദ്ദേശം ഒന്നും നടന്നില്ല. നീ എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് ഞാനും കഴിച്ചില്ല. നിനക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഞാൻ കാത്തിരിക്കായിരുന്നു. നീ എന്നെ അവഗണിച്ചു. അവഗണിച്ചത് പോട്ടെ, എന്റെ അരികത്ത് എന്റെയും നിന്റെയും ശത്രുവായ അവളെ നീ പിടിച്ചിരുത്തി. ഇതൊക്കെ ശരിയാണോ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ വെച്ച് സംസാരിക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് നിർത്തുന്നു. ഞാനൊരു ദുഷ്ടനോ കൊള്ളരുതാത്തവനോ മൃഗമൊന്നുമല്ല. വെറും ഒരു സാധാരണക്കാരൻ. എന്നിങ്ങനെ വേദനിപ്പിക്കുന്നതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. അത് തുറന്നു പറയാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നീ ഒന്ന് കാണിക്കണം. അതെ അതെ, ഒന്ന് നിക്ക്. ഞാനും അതിരെ ഒരുമിച്ച് എങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ ഫ്രണ്ടിനൊപ്പം പോവേണ്ടതുണ്ട്. അതിരെ വെറുതെ ഓട്ടോയിൽ കയറ്റി വിടണം. അതിനേക്കാൾ നല്ലത് നീ ദേവമംഗലത്തോട്ടല്ലേ, അതിരെ കൂടി കൊണ്ടുപോയിക്കൂടെ? നീ എന്താ ഈ പറയുന്നത് തുളസി? എന്നെ കൊണ്ടു പറ്റില്ല. ആദി പ്ലീസ് അങ്ങനെ പറയല്ലേ. ഞാനല്ലേ പറയുന്നേ, നീ കേൾക്കണം. അതിരി കയറിക്കോ. എന്താ തുളസി ഇത്? നീ വീട്ടിലേക്ക് പോവല്ലേ, അവളെ കൂടി കൊണ്ടുപോയാൽ എന്താ? കയറിക്കോ അതിരെ. ഇറക്കിയൊന്നും വിടല്ലേ പ്ലീസ്. കൈയെടുക്ക. കൈയെടുക്ക. ഞാൻ വീഴും ആദ്യട്ടാ, അതുകൊണ്ടാ. ബൈ.
നീ സ്വയം ഉരുകി തീർന്നോണ്ട് ആദ്യം രക്ഷിക്കാൻ നോക്കുക അല്ലേ തുളസി? ഇത് കണ്ടു നിൽക്കുന്ന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നീ ഇതെങ്ങനെ സഹിക്കുന്നു തുളസി? എന്റെ ആദിക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ ജീവിതകാലം മുഴുവൻ വേദനിക്കാൻ ഞാൻ തയ്യാറാ. അവന്റെ ജീവനൊന്നും വരരുത്. എന്നാലും നിനക്കിതെങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു? എന്റെ മനസ്സിന് ശക്തി തരണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ദൈവം എനിക്ക് ശക്തി തരും. അവൻ വളരെ വിഷമിച്ച പോയത്. അവന്റെ കൂടെ ഇരുന്ന് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ല. അവൻ ഇന്ന് മുഴുവൻ എന്റെ ഒപ്പം കറങ്ങാൻ വന്നതാ. അവനെ ഞാൻ വേദനിപ്പിച്ച്. നിനക്കറിയോ, അവൻ എന്റെ ജീവനാ, ജീവൻ. അവനെയോ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന. തുളസി, അവനെ മറക്കേണ്ടി വരുന്നത് എന്റെ ദുർവിധിയാ. എന്തായാലും ആദ്യ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരുവൾക്ക് തന്നെയാ ഞാൻ അവനെ വിട്ടുകൊടുത്തത്. ആതിര ആദിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അവനെ കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറായവൾ ആതിര. അതുകൊണ്ട് തന്നെയാ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതും. വാക്കോ? എന്ത് വാക്ക്? അത് ആദിയുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. എങ്കിൽ നീ എനിക്കത് സത്യം ചെയ്തു തരണം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനും അമ്മയാണ് സത്യം. ആദിയുടെ ജീവിതത്തിൽ ഇനി ഞാൻ ഉണ്ടാവില്ല. ഇത് സത്യം, സത്യം. അത് വേണ്ടായിരുന്നു തുളസി. ഇതെന്റെ തീരാത്ത നൊമ്പരമാണെന്ന് എനിക്കറിയാം ദീപ. പക്ഷെ ആ നൊമ്പരത്തേക്കാൾ വലുത് എനിക്ക് എൻ്റെ ആദിയുടെ പ്രാണന. തുളസി, ഇത് പബ്ലിക് പ്ലേസ് ആണ്. നീ വാ. മുറിയിലോട്ട് പോട്ടെ. നീ ഏത് നരകത്തിലെങ്കിലും പോയി. എനിക്കെന്താ ഒരു വയ്യാവലി. ഈ ആദ്യമായിട്ടെന്റെ ഒരു തമാശ. അല്ലേ? എന്തുവാടാ ഇത്? അച്ഛൻ തെറ്റിദ്ധരിക്കണ്ട. ഈ മാരണത്തെ എന്റെ പെടലേക്ക് മനഃപൂർവ്വം കെട്ടിവെച്ചതാ തുളസി. തുളസിയോ? എന്തിന്? എന്താടാ ഇത്? തുളസി മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അറിയില്ല അച്ഛാ, ഞാൻ ആകെ ടെൻഷനില്ല. അച്ഛ തുളസി എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക, അത് 100% ഉറപ്പാ. ആദ്യം അതിനൊരു കാരണം വേണ്ടേ? കാരണം എന്താന്ന് നമുക്കറിയില്ലല്ലോ.